നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരീത്. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഋജുരാമൻ. മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള ആജകരപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഥയിൽ നമ്മൾ അവസാനം കേട്ടത് നായാട്ടിന് പുറപ്പെട്ട ഭീമനെ ശാപത്താൽ സർപ്പമായിട്ട് മാറിയിട്ടുള്ള നകുഷൻ ബന്ധനസ്ഥനാകുന്നു. ഈ സർപ്പത്തിൻ്റെ പിടിയിൽ നിന്നും 10,000 ആനകളുടെ ശക്തിയുള്ള ഭീമന് അനങ്ങാൻ പോലും പറ്റാതെ ഭയപ്പെട്ട് വിലപിക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ അനുജനെ കാണാനാവാതെ യുധിഷ്ഠിരൻ ഭീമനെ തപ്പി പോവുകയും സർപ്പത്തിൻ്റെ പിടിയിൽ അകപ്പെട്ട് കിടക്കുന്ന ഭീമനെ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭീമനെ വിടാൻ വേണ്ടിയിട്ട് അപേക്ഷിച്ചപ്പോൾ എൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തരികയാണെങ്കിൽ ഭീമനെ വിടാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കഥ വിശദമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു വീഡിയോ കേൾക്കുക. ശാപം മൂലം സർപ്പമായിട്ട് മാറിയ നകുഷ രാജാവും യുധിഷ്ഠിരനും തമ്മിൽ വളരെ ഗഹനമായിട്ടുള്ള രീതിയിലുള്ള ഒരു സംവാദമാണ് നടക്കുന്നത്. പ്രധാനമായിട്ടും ബ്രഹ്മത്തെക്കുറിച്ചിട്ടും ബ്രാഹ്മണനെക്കുറിച്ചിട്ടും ചാതുർവർണ്ണങ്ങളെക്കുറിച്ചിട്ടുമൊക്കെയാണ് വളരെ വിശദമായിട്ടുള്ള ചർച്ചയാണ് നടക്കുന്നത്. അപ്പം ഇതിൽ ആദ്യം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ആരാണ് ബ്രാഹ്മണൻ, എന്താണ് അറിവ്, ഇതിന് രണ്ടിനും ഉത്തരം കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അതിനുശേഷം സർപ്പം വീണ്ടും ചോദിക്കുകയാണ്, ശൂദ്രന്മാരിൽ സത്യം, ദാനം, അഹിംസ ഇതൊക്കെ കാണുകയാണെങ്കിൽ അവനെ പിന്നെ ശൂദ്രനെന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? ബ്രാഹ്മണര് അസത്യം, അധർമ്മം, ഹിംസ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ അവനെ ബ്രാഹ്മണൻ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? എന്താണെന്ന് എനിക്ക് അഭിപ്രായം ചോദിച്ചു. അപ്പോൾ യുധിഷ്ഠിരൻ പറയുകയാണ്, ഒരാൾ അവൻ്റെ പ്രവൃത്തികളിൽ അഹിംസയും അധർമ്മവും ഒരാൾ പ്രവൃത്തിയിൽ അഹിംസയും അധർമ്മവും ക്രൂരതയും ഒക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ജന്മന അവൻ ബ്രാഹ്മണനാണെങ്കിലും അവനെ ശൂദ്രൻ്റെ കൂട്ടത്തിൽ പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ജന്മന ശൂദ്രനായിട്ടുള്ള ഒരുവൻ്റെ പ്രവൃത്തികളിൽ ദാനം, ധർമ്മം, യജ്ഞത്തിനോടുള്ള താല്പര്യം, അഹിംസ ഇതൊക്കെ ഉണ്ടെങ്കിൽ അവനെ ബ്രാഹ്മണൻ്റെ കൂട്ടത്തിൽ പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. സർപ്പം യുധിഷ്ഠിരൻ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് പറയുകയാണ്, ഭവാൻ പറഞ്ഞില്ലേ ഒരുവൻ്റെ പ്രവൃത്തി കൊണ്ടാണ് ഒരുവനെ ശൂദ്രനാണോ ബ്രാഹ്മണനാണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അവൻ്റെ ജനനത്തിന് അവിടെ യാതൊരു പ്രാധാന്യവും ഇല്ലല്ലോ. യുധിഷ്ഠിരൻ പറയുകയാണ്, ഒരാളുടെ പുറമേയുള്ള കാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ സംസാരം കൊണ്ടോ ഒരാൾ ബ്രാഹ്മണനാണോ ശൂദ്രനാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കില്ല. എല്ലാ ജാതിക്കാർക്കും അവരുടെ ജാതിയിൽ തന്നെ പെട്ട മക്കളുണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിലുള്ള ബ്രാഹ്മണനെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അവൻ്റെ വൃത്തികൾ കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അവൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ്. വാക്കും മൈഥുനവും ജനനവും മരണവുമൊക്കെ ഏത് ജാതിയിൽപ്പെട്ടവർക്കും ഒരുപോലെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യജ്ഞം അനുഷ്ഠിക്കുന്നവൻ അവന് ഏത് വർണ്ണത്തിൽപ്പെട്ടവനാണെങ്കിലും അവൻ ശ്രേഷ്ഠമായിട്ടുള്ള ജീവിതം നയിക്കുന്നവനാണ്, അവനാണ് ബ്രാഹ്മണൻ. ജ്ഞാനികൾ ഒരാളെ ജന്മം കൊണ്ടല്ല അയാളുടെ വർണ്ണം കണക്കാക്കുന്നത് അല്ലെങ്കിൽ ജാതി കണക്കാക്കുന്നത് അവൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. ജന്മനാൽ എല്ലാവരും ശൂദ്രന്മാർ തന്നെയാണ്. അവൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഒരാൾ ബ്രാഹ്മണ്യത്തിലേക്ക് ഉയർന്നു വരുന്നത്. ബ്രാഹ്മണകുലത്തിൽ ജനിച്ചാലും അവൻ്റെ പ്രവർത്തനങ്ങൾ ഹീനമാണെങ്കിൽ അവനെ ശൂദ്രനായിട്ട് മാത്രമേ കണക്കാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇത്രയൊക്കെ കേട്ടതിന് ശേഷം സർപ്പം പറഞ്ഞു, യുധിഷ്ഠിര, നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഇനി നീ പറയൂ, ഞാൻ എങ്ങനെയാണ് ഈ ഭീമനെ തിന്നേണ്ടത്? യുധിഷ്ഠിരൻ പക്ഷേ അതിന് ഉത്തരമായിട്ട് വേറൊരു ചോദ്യം സർപ്പത്തിനോട് ചോദിക്കുകയാണ് ചെയ്തത്. വേദങ്ങളുടെ അക്കരെ കടന്നവനാണ് അങ്ങെന്ന് എനിക്കറിയാം. അങ്ങയോട് ഞാൻ അതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, എന്ത് കർമ്മം ചെയ്താലാണ് മോക്ഷം ലഭിക്കുന്നത്? സർപ്പം പറഞ്ഞു, നല്ല ആൾക്കാർക്ക് ദാനം ചെയ്യുക, അതായത് സൽപാത്രത്തിൽ ദാനം ചെയ്യുക, നല്ല വാക്കുകൾ പറയുക, യജ്ഞം ചെയ്യുക, സത്യം പറയുക, അഹിംസ അനുഷ്ഠിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് മോക്ഷപഥത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ യുധിഷ്ഠിരൻ ആ സമയത്ത് വീണ്ടും നകുഷനോട് ചോദിക്കുകയാണ്, അങ്ങ് ദാനത്തെക്കുറിച്ചിട്ടും സത്യത്തെക്കുറിച്ചിട്ടും പറഞ്ഞല്ലോ, ഇതിൽ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്? നല്ല വാക്കുകൾ പറയുക, അഹിംസ, ഇതിനെക്കുറിച്ചിട്ടും അങ്ങ് പറഞ്ഞല്ലോ, ഇതിലും ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്? ഇത് കേട്ടിട്ട് സർപ്പം ഉത്തരം പറഞ്ഞു, ദാനം, സത്യം, പ്രിയം, അഹിംസ ഇതൊക്കെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ചില സമയത്ത് ദാനം കൊണ്ടായിരിക്കും കൂടുതൽ മെച്ചമുണ്ടാകുന്നത്, ചില സമയത്ത് സത്യമായിരിക്കും ഉയർന്നു നിൽക്കുന്നത്, ചില സമയത്ത് അഹിംസയായിരിക്കും ഉയർന്നു നിൽക്കുന്നത്, ചില സമയത്ത് നല്ല രീതിയിലുള്ള
സംഭാഷണമായിരിക്കും ഉയർന്നു നിൽക്കുന്നത്. അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാത്രം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ സാഹചര്യത്തിലും ഒന്നിനെ കഴിഞ്ഞും വലുതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ വീണ്ടും സർപ്പത്തിനോട് ചോദിച്ചു, ദേഹം വെടിഞ്ഞവന് എങ്ങനെയാണ് സ്വർഗസിദ്ധി കിട്ടുന്നത്? കർമ്മഫലം, അതോടൊപ്പം തന്നെ കാമമോഹങ്ങൾ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ അങ്ങ് എനിക്ക് പറഞ്ഞു തന്നാലും. സ്വന്തം കർമ്മം മൂലം മരണശേഷം മനുഷ്യർക്ക് 3 രീതിയിലാണ് കർമ്മഫലങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന്, രണ്ടാമത് വീണ്ടും മനുഷ്യജന്മം കിട്ടുന്നു. രണ്ടാമത് അവന് സ്വർഗപ്രാപ്തി കിട്ടുന്നു. മൂന്നാമത് അവന് മൃഗത്തിൻ്റെ കുലത്തിലേക്ക് ജനിക്കുന്നു. ഇത് 3ഉം അവൻ്റെ കർമ്മഫലങ്ങൾ അനുസരിച്ചാണ് വരുന്നത്. അഹിംസ, ദാനം ഇതിലൊക്കെ ചേർന്ന് നിൽക്കുന്നവന് സ്വർഗവാസ ഫലമുണ്ടാവും. മറിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ മർത്യരായിട്ട് തന്നെ പിറക്കും. കാമക്രോധാദികളൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് ശരീരം വിടുന്നവർ പിന്നീട് മൃഗലോകത്തിലേക്ക് പിറക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയും കിടക്കുന്നുണ്ട്. ഇപ്രകാരം ഒരു മനുഷ്യൻ്റെ കർമ്മഗതിക്കനുസരിച്ച് അവൻ്റെ ബാക്കിയുള്ള ജീവിതഗതി നിർണയിക്കപ്പെടുന്നു. ഒരിക്കൽ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞവൻ അവൻ ബ്രഹ്മത്തിൽ തന്നെ ലയിച്ചുചേരുന്നു. ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുന്ന മനുഷ്യൻ വീണ്ടും ജനിക്കുന്ന സമയത്ത് അവൻ നിഷ്കാമ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ട് തന്നെ മാറുന്നു. പഞ്ചേന്ദ്രിയ വിഷയങ്ങളായിട്ടുള്ള കാഴ്ച, മണം, രുചി, കേൾവി, സ്പർശം, ഇതൊക്കെ ആത്മാവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അതിനെക്കുറിച്ച് അങ്ങ് എന്നോട് വിശദമായിട്ട് പറഞ്ഞു തന്നാലും. അപ്പോൾ അതിനെ സർപ്പം മറുപടി പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആത്മാവ് ദേഹത്തിൽ പ്രവേശിച്ചാൽ മാത്രമേ ഈ ഇന്ദ്രിയ സുഖങ്ങളെയൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ശരീരത്തിലിരിക്കുന്ന ആത്മാവ് ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സുപയോഗിച്ചിട്ട് ഈ അനുഭവങ്ങളൊക്കെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ശരീരത്തിലിരിക്കുന്ന ആത്മാവിൻ്റെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സുഖാനുഭവങ്ങളുടെ വിധി. യുധിഷ്ഠിരൻ വീണ്ടും സർപ്പത്തിനോട് ചോദിക്കുകയാണ്, ഭവാനെ, എന്താണ് മനസ്സിനും ബുദ്ധിക്കും തമ്മിലുള്ള ബന്ധം? അത് അങ്ങ് എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നാലും. ഇത് കേട്ടിട്ട് സർപ്പം യുധിഷ്ഠിരനോട് പറഞ്ഞു, ബുദ്ധി യഥാർത്ഥത്തിൽ ആത്മാവിനെയാണ് എപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആത്മാവിനെ ആശ്രയിച്ച ബുദ്ധി പിന്നെ മനസ്സിലൂടെ പ്രവർത്തിക്കുന്നു. മനസ്സിലൂടെ കുറച്ചു നേരം പ്രവർത്തിച്ചു കഴിയുമ്പോൾ പിന്നെ ബുദ്ധി ആത്മാവിനെ വിട്ട് മനസ്സിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. അങ്ങനെ ബുദ്ധി ആത്മാവിൽ നിന്നും അകന്നു പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. ഇതാണ് മനുഷ്യൻ്റെ ദുരിതങ്ങൾക്കൊക്കെ കാരണം. വത്സ, ഇത് നിനക്ക് അറിവുള്ളതാണല്ലോ, എന്താണ് നിനക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം? സർപ്പം അപ്പോൾ യുധിഷ്ഠിരനോട് ചോദിക്കുകയാണ്. യുധിഷ്ഠിരൻ സർപ്പത്തിനോട് പറഞ്ഞു, അങ്ങയുടെ ബുദ്ധി വളരെ മഹത്തരമാണ്. അറിയേണ്ടതെല്ലാം അങ്ങ് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഇത്രയും അറിവുള്ള അങ്ങേക്ക് എങ്ങനെയാണ് ഈ ഒരു പതനം ഉണ്ടായത്? അങ്ങ് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്? ഇതിന് ഉത്തരമായിട്ട് സർപ്പം പറഞ്ഞു, എത്ര വലിയ ബുദ്ധിമാനായാലും സമ്പത്തും ശക്തിയുമൊക്കെ കൂടിക്കഴിയുമ്പോൾ അറിയാതെ അവൻ അഹങ്കാരത്തിന് അടിമയായിത്തീരുന്നു. അങ്ങനെ ഞാനും ബുദ്ധിമാനായിട്ടിരുന്നിട്ട് കൂടി ഐശ്വര്യം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അഹങ്കാരം വന്നു. അഹങ്കാരം എന്നെ കീഴടക്കി. ആ അഹങ്കാരം കൂടിയത് കൊണ്ടാണ് എല്ലാം അറിയാവായിരുന്നിട്ടും ഞാൻ ഇങ്ങനെ ഒരു പതനത്തിലേക്ക് വന്നത്. യുധിഷ്ഠിര, നീ ഇക്കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. ഐശ്വര്യം കൂടുമ്പോൾ നിന്റെ അഹങ്കാരം കൂടാതെ നീ ശ്രദ്ധിക്കണം. നീയുമായിട്ട് ഇങ്ങനെ സംസാരിച്ചത് കൊണ്ട് എൻ്റെ പാപമെല്ലാം ഒഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ശാപത്തിൽ നിന്നും എനിക്ക് മുക്തി കിട്ടിയിരിക്കുകയാണ്. നീ എനിക്ക് ശാപമോഷം തന്നിരിക്കുന്നു യുധിഷ്ഠിര. ഞാൻ പണ്ട് ദിവ്യവിമാനത്തിൽ ആകാശത്തിൽ പറക്കുന്ന ആളായിരുന്നു. അങ്ങനെ ദേവേന്ദ്രന് തുല്യനായിട്ടുള്ള ഞാൻ മതം കൊണ്ട് 1000 മഹർഷിമാർ ചുമക്കുന്ന പല്ലക്കിലായിരുന്നു യാത്ര. ആ സമയത്ത് അഹങ്കാരം കൊണ്ട് അന്ധനായിട്ടുള്ള ഞാൻ വേഗം പോരാന്ന് പറഞ്ഞിട്ട് മഹർഷിമാരെ ചവിട്ടി. എൻ്റെ ചവിട്ട് കൊണ്ട് അഗസ്ത്യ മഹർഷി എന്നെ ശപിച്ച് ഭൂമിയിലേക്ക് പതിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സർപ്പരൂപത്തിൽ ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ബുദ്ധി തിരിച്ചു കിട്ടുകയും ആ സമയത്ത് ഞാൻ അഗസ്ത്യ മഹർഷിയോട് എനിക്ക് ശാപമോക്ഷം തരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരുന്ന സമയത്ത് അഗസ്ത്യ മഹർഷി എനിക്ക് ശാപമോക്ഷമായിട്ട് പറഞ്ഞതാണ്, നീ യുധിഷ്ഠിരനെ കാണും. യുധിഷ്ഠിരനുമായിട്ട് നീ ജ്ഞാന സല്ലാപം നടത്തി കഴിയുമ്പോൾ നിനക്ക് ശാപമോക്ഷം കിട്ടും. അങ്ങനെ യുധിഷ്ഠിര, നിന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. നീയുമായിട്ട് സംസാരിക്കാനുമുള്ള ഭാഗ്യം കിട്ടി.
അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ശാപമോക്ഷം കിട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സർപ്പരൂപത്തിൽ നിന്നും യഥാർത്ഥ രൂപത്തിലേക്ക് മാറി ആ തേജോമയനായിട്ടുള്ള നകുഷരാജാവ് സ്വർഗത്തിലേക്ക് ഉയർന്നുപോയി. ഭീമൻ അങ്ങനെ മുക്തനായിട്ടുള്ള ഭീമനുമായിട്ട് ദൈതവനത്തിലേക്ക് യുധിഷ്ഠിരൻ തിരിച്ചെത്തി. തൻ്റെ സഹോദരന്മാരോടെല്ലാം ഈ കഥ പറഞ്ഞു. ഈ കഥ കേട്ടപ്പോഴേ ഭീമൻ ലജ്ജിതനായിട്ട് അവിടെ ഇരിക്കുകയാണ് ഉണ്ടായത്. തൻ്റെ ജ്യേഷ്ഠൻ്റെ ജ്ഞാനമാണ് തൻ്റെ ശക്തിയെ കഴിഞ്ഞും വലുതെന്നുള്ള ഒരു തിരിച്ചറിവ് ആ സമയത്ത് ഭീമനുണ്ടായി. ഭീമന്റെ അഹങ്കാരത്തിൽ കുറെ കുറവുകൾ ഉണ്ടാവുകയും ചെയ്തു. ആ സമയത്ത് യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞു, ഭീമ, നീ ഇനി ഇതുപോലുള്ള സാഹസങ്ങൾക്ക് മുതിരരുത്. ജീവൻ തിരിച്ചു കിട്ടിയിട്ടുള്ള ഭീമൻ സന്തോഷം കൊണ്ട് തൻ്റെ ജ്യേഷ്ഠനെ കെട്ടിപ്പിടിച്ചു. അതിനുശേഷം അവരെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ ദൈതവനത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആചകരപർവം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു ഉപപർവം നമ്മൾ ആരംഭിക്കുകയാണ്. മാർക്കണ്ഡേയ സമസ്യാപർവം എന്ന് പറയുന്ന വനപർവത്തിൽ തന്നെയുള്ള ഉപപർവം നമ്മൾ ഇപ്പോൾ ആരംഭിക്കുകയാണ്. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ദൈതവനത്തിൽ അവർ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് വർഷകാലം വന്നുചേർന്നു. ഓരോ കാലത്തെയും വളരെ വിശദമായിട്ട് ഇവിടെ വ്യാസമഹർഷി വർണ്ണിക്കുന്നുണ്ട്. വർഷകാലം വന്ന സമയത്ത് വനത്തിലെ മിക്കവാറുമുള്ള സ്ഥലങ്ങളൊക്കെ വെള്ളത്തിനടിയിലായി. ജലവാസികളായിട്ടുള്ള മൃഗങ്ങൾക്കൊക്കെ അത് വളരെ സന്തോഷം തരുന്ന കാര്യമായിട്ട് മാറി. ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ അവരുടെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് മാറി, സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറി മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കഴിയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിനുശേഷം ശക്തമായിട്ടുള്ള മഴയ്ക്ക് ശേഷം പിന്നീട് ശരത്കാലം വന്നു. ശരത്കാലം വന്ന സമയത്ത് ആകാശമൊക്കെ വളരെ സുന്ദരമായിട്ട് കാണപ്പെട്ടു. അന്തരീക്ഷം വളരെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയമായി. ഇനി ശരത്കാലത്തിൽ പാണ്ഡവന്മാരുടെ മനസ്സിലുമൊക്കെ വളരെയധികം സന്തോഷമുണ്ടായി. വെളുത്തവാവ്, കാർത്തിക മാസത്തിലെ വെളുത്തവാവിൽ രാത്രിയിൽ അവർ എല്ലാവരും കൂടി പ്രാർത്ഥനയോട് കൂടിയിട്ട് ദൈതവനം വിട്ടിട്ട് കാമിക വനത്തിലേക്ക് പ്രവേശിച്ചു. കാമിക വനത്തിലേക്ക് ഇവർ വീണ്ടും വന്നതറിഞ്ഞിട്ട് അവിടെയുള്ള ബ്രാഹ്മണരെല്ലാവരും പാണ്ഡവരെ കണ്ടിട്ട് അവരെ പൂജിച്ച് തൊഴുത് അവരോടൊപ്പം വീണ്ടും താമസിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ആ സമയത്ത് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ബ്രാഹ്മണൻ വന്നിട്ട് പാണ്ഡവരോട് പറഞ്ഞു, ഭഗവാൻ കൃഷ്ണൻ ഇപ്പോഴേ ഇവിടെ എത്തിച്ചേരും. അതിനുശേഷം നൂറ്റാണ്ടുകളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വൃദ്ധതാപസനായിട്ടുള്ള മാർക്കണ്ഡേയ മഹർഷിയും നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ ബ്രാഹ്മണൻ ഇത് പറഞ്ഞ് തീർന്ന അതേ സമയത്ത് തന്നെ തൻ്റെ പ്രസിദ്ധങ്ങളായിട്ടുള്ള ശൈബ്യൻ, സുഗ്രീവൻ എന്ന് പറയുന്ന കുതിരകളെ പൂട്ടിയ ആ മനോഹരമായിട്ടുള്ള തേരിൽ ഭഗവാൻ കൃഷ്ണൻ തൻ്റെ പത്നിയായിട്ടുള്ള സത്യഭാമയുമായിട്ടാണ് ഇപ്രാവശ്യം അവിടെ എത്തിച്ചേർന്നത്. കൃഷ്ണനെ കണ്ടതോടു കൂടിയിട്ട് പാണ്ഡവർക്ക് അതിയായിട്ടുള്ള സന്തോഷമായി. അവരെല്ലാവരും ചേർന്ന് ഭഗവാൻ കൃഷ്ണനെ വളരെ ഭക്തിയോട് കൂടിയിട്ട് എതിരേറ്റു. ധർമ്മപുത്രരെ കൃഷ്ണൻ അങ്ങോട്ട് വണങ്ങി. ആദ്യം ധൗമ്യനെ വണങ്ങി, അതിനുശേഷം ധർമ്മപുത്രരെ വണങ്ങി, ഭീമനെയും വണങ്ങി. അതിനുശേഷം വളരെ കാലത്തിന് ശേഷം വീണ്ടും അർജുനനെ കണ്ട കൃഷ്ണൻ സ്നേഹത്തോടു കൂടിയിട്ട് അർജുനനെ വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്തു. മാദ്രേയന്മാരെ വളരെ വാത്സല്യത്തോടു കൂടിയിട്ട് ആലിംഗനം ചെയ്ത് അവരുടെ മൂർധാവിലൊക്കെ ചുംബിച്ചു. ആ സമയത്ത് സത്യഭാമ കൃഷ്ണയുടെ അടുത്ത് നിന്നിട്ട് അവളെ തഴുകി ആശ്വസിപ്പിച്ച് അവളോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് അവളോടൊപ്പം ഇരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. സത്യഭാമയും പാണ്ഡവരെ എല്ലാവരെയും വണങ്ങി അവരിൽ നിന്നും അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി. അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഇരിക്കുന്ന സമയത്ത് കുശലാന്വേഷണങ്ങൾക്കൊക്കെ ശേഷം പാണ്ഡവർ അവർക്ക് അത്രയും നാളും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഭഗവാൻ കൃഷ്ണനെ പറഞ്ഞു കേൾപ്പിച്ചു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേ ഭഗവാൻ കൃഷ്ണൻ പാണ്ഡവരോടായിട്ട് പറഞ്ഞു. പ്രത്യേകിച്ച് യുധിഷ്ഠിരൻ്റെ സ്വഭാവ സവിശേഷതകളെ പൂഴ്ത്തിക്കൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ സംസാരിച്ചത്. യുധിഷ്ഠിരനെ പോലെ ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരു രാജാവ് ലോകത്ത് ഇല്ലയെന്ന് തന്നെ പറയാം. ഇത്രയും നാളത്തെ തീർത്ഥയാത്രയുടെ പുണ്യം കൊണ്ട് അദ്ദേഹം ഈ ലോകം മുഴുവനും ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യോഗ്യത നേടിയെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൗരവന്മാരെ എല്ലാവരെയും വധിച്ച് അദ്ദേഹം വീണ്ടും ഈ ലോകത്തിൻ്റെ നാഥനായിട്ട് മാറുന്നതാണ്. യുധിഷ്ഠിരനോട് കൃഷ്ണൻ തുടരുകയാണ്. അങ്ങേക്ക് മൈഥുന്യത്തിലും കാമത്തിലും ഒന്നും യാതൊരു താല്പര്യവുമില്ല. അങ്ങയുടെ താല്പര്യം പൂർണ്ണമായിട്ടും കിടക്കുന്നത് ധർമ്മത്തിലാണ്. അതുകൊണ്ട് തന്നെ അങ്ങയ്ക്ക് യുദ്ധത്തിൽ വിജയം ഉറപ്പാണ്. അതിനുശേഷം കൃഷ്ണൻ എല്ലാവരോടും കൂടി പറഞ്ഞു, എല്ലാ ദിവ്യാസ്ത്രങ്ങളും നേടിയതിനു ശേഷം അർജുനൻ നിങ്ങളുടെ അടുത്ത് തിരിച്ചെത്തിയിരിക്കുന്നു. അത് വലിയൊരു ഭാഗ്യമാണ്. പാഞ്ചാലിയെ നോക്കിയിട്ട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, അർജുനൻ വീണ്ടും നിന്റെ അടുത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. നീ ഭാഗ്യം ചെയ്തവളാണ്. നിന്റെ മക്കള് ആയിട്ടുള്ളവരെല്ലാവരും, നിന്റെ മക്കള് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട്
അവിടെ ദ്വാരകയിൽ വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള അഭ്യാസങ്ങളും യുദ്ധമുറകളും ബലഭദ്രനും അതോടൊപ്പം തന്നെ നിന്റെ മൂത്ത പുത്രനായിട്ടുള്ള അഭിമന്യുവും ചേർന്ന് നൽകുന്നുണ്ട്. യുദ്ധത്തിന് വേണ്ടിയിട്ട് അവരെ എല്ലാവരെയും അവരെ പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കുകയാണ്. തറയിൽ നിന്നും രഥത്തിൽ നിന്നും ആനപ്പുറത്ത് ഇരുന്നുകൊണ്ടും കുതിരപ്പുറത്ത് ഇരുന്നുകൊണ്ടും ഒക്കെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇപ്പോൾ വളരെ പ്രാഗൽഭ്യമുള്ളവരായിട്ട് മാറിയിരിക്കുകയാണ്. യദുസേന മുഴുവനും അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. നിന്റെ മക്കളെ എല്ലാവരെയും ഞങ്ങൾ വളരെ സുരക്ഷിതമായിട്ട് ദ്വാരകയിൽ പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ധർമ്മപുത്രനോട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, യദുസേന മുഴുവനും അങ്ങയുടെ ആജ്ഞയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അവരെല്ലാവരും മഹാപാപിയായിട്ടുള്ള ദുര്യോധനനെ വധിച്ച് അങ്ങയുടെ രാജ്യം തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങ് ശപഥം ചെയ്ത നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. അങ്ങ് അതുകൊണ്ട് കുറച്ച് സമയം കൂടി ഇതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുക. നിങ്ങളുടെ മോശം സമയമെല്ലാം അവസാനിച്ച് ശത്രുക്കളെയെല്ലാം നിശേഷം ഇല്ലാതാക്കിയിട്ട് വളരെ ഐശ്വര്യത്തോടു കൂടിയിട്ട് ഭഗവാൻ സഹോദരന്മാരോടും പത്നിയോടുമൊപ്പം ഹസ്തിനപുരത്തിലേക്ക് പ്രവേശിക്കുമാറാവട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുകയാണ്. കൃഷ്ണൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് കൈകാൽ കൂപ്പിക്കൊണ്ട് യുധിഷ്ഠിരൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, ഞങ്ങളെല്ലാവരും അങ്ങയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും ആലംബം അങ്ങാണ്. അങ്ങ് പറയുന്നത് പോലെ മാത്രം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. കാലം വരുമ്പോൾ അങ്ങ് ഈ പറഞ്ഞതും അതിലപ്പുറവും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങളുടെ പ്രതിജ്ഞ പാലിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും നേടിയതിന് ശേഷം അങ്ങ് പറഞ്ഞതുപോലെ ദുര്യോധനാദികളെ വധിച്ച് ഞങ്ങൾ ഹസ്തിനാപുരിയിലേക്ക് പ്രവേശിക്കും. ഞങ്ങൾ പാണ്ഡവന്മാരെല്ലാവരും പത്നിയോട് കൂടിയിട്ടും അങ്ങയുടെ വാക്കുകൾ അനുസരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സമയത്തും തയ്യാറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വൈശമ്പായനൻ തന്നെ തൻ്റെ കഥ തുടരുകയാണ്. ഇപ്രകാരം കൃഷ്ണൻ യുധിഷ്ഠിരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ നൂറ്റാണ്ടുകളായിട്ട് ജീവിച്ചിരിക്കുന്നവനും ജരാമരണങ്ങളില്ലാത്തവനും 25 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്നതും അതിശക്തമായിട്ടുള്ള ശരീരത്തോടു കൂടിയിട്ടും അതിതേജസ്വിയുമായിട്ടുള്ള യുവാവായിട്ട് കാണപ്പെടുന്ന ആ വൃദ്ധ സന്യാസി എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന് നൂറ്റാണ്ടുകളുടെ പ്രായമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 25 വയസ്സ് മാത്രമേ പ്രായം തോന്നിക്കുവാനുള്ളായിരുന്നു. അദ്ദേഹം ആ ആശ്രമത്തിലേക്ക് കടന്നു വന്നു. മാർക്കണ്ഡേയ മുനി ആ ആശ്രമത്തിലേക്ക് കടന്നു വന്ന സമയത്ത് കൃഷ്ണൻ ഉൾപ്പെടെ ഉള്ള ധൗമ്യ ഉൾപ്പെടെയുള്ള പാണ്ഡവരും അവിടെയുള്ള എല്ലാ ബ്രാഹ്മണരും അദ്ദേഹത്തിനെ വണങ്ങി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടി. അദ്ദേഹത്തിന് യഥാവധി പൂജിച്ച് ഇരുത്തിയതിന് ശേഷം കേശവൻ മാർക്കണ്ഡേയ മുനിയോട് ചോദിച്ചു, അങ്ങ് അനേകം നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാമുനിയാണ്. അങ്ങയുടെ അടുത്തു നിന്നും സദാചാരക്രമങ്ങളും പഴയ കഥകളുമൊക്കെ കേൾക്കണമെന്ന് ഞങ്ങൾക്ക് വളരെയധികം താല്പര്യമുണ്ട്. ദയവ് ചെയ്ത് അങ്ങ് ആ സദാചാര ജീവിതക്രമങ്ങളും അതോടൊപ്പം തന്നെ പഴയ കഥകളും പറഞ്ഞ് ഞങ്ങളെ എല്ലാവരെയും സന്തോഷിപ്പിക്കണമെന്ന് വളരെ വിനീതമായിട്ട് അങ്ങയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ മാർക്കണ്ഡേയ മുനിയോട് അപേക്ഷിക്കുന്ന സമയത്ത് നാരദ മഹർഷി അവിടെ പ്രത്യക്ഷനായി. നാരദ മഹർഷിയെ അവരെല്ലാവരും വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് പൂജിച്ച് ആദരിച്ച് അവിടെ ഇരുത്തി. മാർക്കണ്ഡേയ മുനിയോട് പുഞ്ചിരിയോട് കൂടിയിട്ട് നാരദ മഹർഷി പറഞ്ഞു, മാർക്കണ്ഡേയ, ഇവർ ചോദിച്ചതുപോലെ തന്നെ കാലങ്ങൾക്ക് അതീതമായിട്ടുള്ള കഥകൾ അങ്ങ് ഇവരോട് പറയുക. ഇവർക്ക് വേണ്ട ഉപദേശങ്ങളെല്ലാം അങ്ങ് കൊടുക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ മാർക്കണ്ഡേയൻ സംപ്രീതനായി പാണ്ഡവരോട് പറഞ്ഞു, നിങ്ങളോട് എനിക്ക് ഒരുപാട് കഥകൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുക. വളരെ ഗഹനമായിട്ടുള്ള അർത്ഥങ്ങളോട് കൂടിയിട്ടുള്ള കഥകളാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ഇത് കേൾക്കേണ്ടതുണ്ട്. മാർക്കണ്ഡേയൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാ ബ്രാഹ്മണരും പാണ്ഡവരും കൃഷ്ണയും കേശവനും സത്യഭാമയും എല്ലാം വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മാർക്കണ്ഡേയ മുനി പറയാൻ പോകുന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. മാർക്കണ്ഡേയ മഹർഷി തൻ്റെ കഥ പറയാൻ തുടങ്ങിയ സമയത്ത് യുധിഷ്ഠിരൻ ക്ഷമാപണത്തോടു കൂടിയിട്ട് മാർക്കണ്ഡേയനോട് ഒരു
ചോദ്യം ചോദിച്ചു, ഭവാനെ, എൻ്റെ ജീവിതത്തിൽ നിന്ന് അങ്ങയോട് എനിക്കൊരു ചോദ്യം ചോദിക്കണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. ധർമ്മിഷ്ഠരായിട്ടുള്ള ഞങ്ങൾ ഇവിടെ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അധർമ്മികളായിട്ടുള്ള ദുര്യോധനാദികൾ അവിടെ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മനുഷ്യന് അവൻ്റെ കർമ്മത്തിൻ്റെ ഫലം എവിടെയാണ് കിട്ടുന്നത്? അത് ഈ ഇഹലോകത്തിൽ, ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലാണോ പരലോകത്തിലാണോ അവൻ്റെ കർമ്മത്തിൻ്റെ ഫലം ലഭിക്കുന്നത്? മനുഷ്യൻ്റെ ശരീരം ആത്മാവ് വിട്ടുകഴിഞ്ഞാൽ അതിൻ്റെ കർമ്മത്തിൻ്റെ ഫലം അത് എവിടെയാണ് അനുഭവിക്കുന്നത്? അത് വീണ്ടും ഇവിടെ തിരിച്ചു വന്നിട്ട് ഈ ലോകത്തിലാണോ അനുഭവിക്കുന്നത്, അതോ പരലോകത്തിലാണോ അനുഭവിക്കുന്നത്? ഇതിനെക്കുറിച്ചെല്ലാം അങ്ങ് വിശദമായിട്ട് പറഞ്ഞു തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഭവാനെ, അങ്ങ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം ഞാൻ പറയാം, അങ്ങ് മനസ്സിരുത്തി കേൾക്കുക. ഇഹലോകത്തിലും പരലോകത്തിലും സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അങ്ങേക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം. ആദ്യകാലത്ത് പ്രജാപതി തൻ്റെ പ്രതിരൂപമായിട്ട് മനുഷ്യരെ സൃഷ്ടിച്ചു. ധർമ്മം മാത്രം അനുഷ്ഠിച്ച് സത്യം മാത്രം പറഞ്ഞ് സത്കർമ്മങ്ങൾ മാത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അവർ സ്വച്ഛന്ത മൃത്യുക്കളായിരുന്നു. അതായത് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചായിരുന്നു അവർ ഇഹലോകത്തിലേക്കും പരലോകത്തിലേക്കുമുള്ള യാത്ര നടത്തിയിരുന്നത്. അവരാഗ്രഹിക്കുമ്പോൾ മാത്രം അവർ ഈ ലോകത്തിൽ നിന്നും പരലോകത്തിലേക്ക് പോയിരുന്നു. പരലോകത്തിൽ നിന്നും അവർ ആഗ്രഹിക്കുമ്പോൾ മാത്രമാണ് ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു കാലമായിരുന്നു ആദ്യ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള മനുഷ്യർ രോഗമില്ലാത്തവരും ദുഃഖപീഡയില്ലാത്തവരും ദേവന്മാരെയും ദേവഋഷികന്മാരെയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് കഴിവുള്ളവരും ആയിരുന്നു. അവർ പരസ്പരം മത്സരബുദ്ധി ഇല്ലാത്തവരും സത്യവ്രതന്മാരും ധർമാനിഷ്ഠികളും മാത്രമായിരുന്നു. അവർ 1000 വർഷം ജീവിച്ചിരുന്നു. 1000 പുത്രന്മാരെയും അവർ സൃഷ്ടിച്ചിരുന്നു. പിന്നീട് കാലം കഴിയുന്നതനുസരിച്ച് അവരിലെ ധർമ്മം കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതോടുകൂടിയിട്ട് അവരുടെ സ്വച്ഛന്ത മൃത്യു ഇല്ലാതെയായി. അവർ പിന്നീട് ഈ ഭൂമിയിൽ മാത്രം ജീവിക്കുന്നവരായിട്ട് മാറി. കാമക്രോധാദികൾ അവരെ പിടികൂടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ചതി കൊണ്ടും വഞ്ചന കൊണ്ടും ജീവിക്കുന്നവരായിട്ട് അവർ മാറാൻ വേണ്ടിയിട്ട് തുടങ്ങി. ലോഭമോഹാദികൾ മനസ്സിൽ സൂക്ഷിക്കുന്ന അവർ അധർമ്മികളായിട്ട് അഹിംസക ചെയ്തുകൊണ്ട് അവർ ഈ ലോകം വിട്ടുപോകുന്ന സമയത്ത് അവർ നരകത്തിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവർക്ക് പിന്നീട് സ്വന്തം ഇഷ്ടപ്രകാരം ഇഹലോകത്തിലേക്കും പരലോകത്തിലേക്കുമുള്ള യാത്ര അവസാനിച്ചു. അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് മാത്രം പല യോനികളിലായിട്ട് അവരെ ജനിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഉഗ്രങ്ങളായിട്ടുള്ള പാപഫലങ്ങളുടെ ശക്തിയാൽ അവരുടെ ആയുസ് കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. എല്ലാത്തിനോടും അവർക്ക് അത്യാഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് തുടങ്ങി. ബുദ്ധിയൊക്കെ പൂർണ്ണമായിട്ട് നശിച്ച് അവരെ ഈശ്വരനിൽ വിശ്വാസമില്ലാത്തവരായിട്ട് മാറാൻ വേണ്ടിയിട്ട് തുടങ്ങി. ശരീരം വിട്ടവന് തൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന കർമ്മത്തിനനുസരിച്ച് അവന് പല ലോകങ്ങളിലേക്കുള്ള പ്രാപ്തി ഉണ്ടാകുന്നു. ജ്ഞാനമില്ലാത്തവനും മോശമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തവനും ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ എവിടെ നിൽക്കുന്നുവെന്നും അവൻ്റെ പുണ്യപാപ കർമ്മങ്ങളുടെ ഫലം എവിടെ വെച്ച് അനുഭവിക്കുന്നുവെന്നും അങ്ങ് ചോദിച്ചല്ലോ. അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു തരാം. അത് ഭവാൻ ശ്രദ്ധയോടു കൂടിയിട്ട് കേൾക്കുക. മാർക്കണ്ഡേയൻ വീണ്ടും യുധിഷ്ഠിരനോട് ഉത്തരങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ഈശ്വരൻ അല്ലെങ്കിൽ പ്രജാപതി തൻ്റെ ശരീരത്തിൻ്റെ പ്രതിരൂപമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. പിന്നെ അവൻ പുണ്യവും പാപവും കലർന്ന കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ സ്ഥൂല ശരീരം വിട്ടുപോകുന്നവരെ അവൻ്റെ പുണ്യ പാപകർമ്മങ്ങളുടെ ഫലങ്ങൾ ഒരു നിഴല് പോലെ അവനെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അവൻ്റെ പാപകർമ്മങ്ങൾക്കനുസരിച്ച് ദുഃഖമുണ്ടാകുന്ന ഫലങ്ങളുള്ള ജന്മത്തിലേക്കും അവൻ്റെ പുണ്യകർമ്മങ്ങൾക്കനുസരിച്ച് സുഖങ്ങളുണ്ടാവുന്നതും ആയിട്ടുള്ള കർമ്മങ്ങളുള്ള ജീവിതത്തിലേക്കും, ഇങ്ങനെ ഇത് രണ്ടും നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് അവൻ്റെ ഇഷ്ടമില്ലാതെ തന്നെ അവൻ്റെ കർമ്മഗതിക്കനുസരിച്ച് അവൻ ചെന്നെത്തുകയാണ് ചെയ്യുന്നത്. അവൻ്റെ സൂക്ഷ്മ ശരീരത്തെ ചുറ്റിപ്പറ്റി കർമ്മഗതിക്കനുസരിച്ചുള്ള ആ ശരീരം നിഴൽ പോലെ നിൽക്കുന്നത് ജ്ഞാനദൃഷ്ടിയുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ദുഷ്ടര, ഞാൻ ഈ പറഞ്ഞത് അജ്ഞാനികളുടെ ഗതിയെക്കുറിച്ചിട്ടാണ്. ഇനി ഞാൻ ജ്ഞാനികളുടെ സദ്ഗതിയെക്കുറിച്ചിട്ട് നിന്നോട് പറയാം.
അത് നീ മനസ്സിരുത്തി കേൾക്കുക. സത്കർമ്മങ്ങൾ ചെയ്തവരും യജ്ഞങ്ങൾ ചെയ്തവരും തപസ് ചെയ്തവരും വ്രതശുദ്ധിയോട് കൂടിയിട്ട് നല്ല ശീലങ്ങളും ക്ഷമയും അഹിംസയും ഒക്കെ പാലിക്കുന്നവരുമായിട്ടുള്ള മനുഷ്യർ, അവരെ ഇന്ദ്രിയങ്ങളെ ജയിച്ചവരും യോഗം കൊണ്ട് രോഗങ്ങളെ അകറ്റിയവരുമായിരിക്കും. അവർക്ക് ഇഹലോകത്തിലും പരലോകത്തിലും സൽബുദ്ധി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവര് ഈ ലോകം വിട്ടുകഴിയുമ്പോൾ അവർക്ക് സ്വർഗപ്രാപ്തിയായിരിക്കും ഉണ്ടാവുക. ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും കർമ്മഫലത്താലും മനുഷ്യര് ചിലപ്പോൾ സ്വർഗസിദ്ധി നേടുന്നുണ്ട്. ഭവാൻ ഇക്കാര്യത്തിൽ ഒരു ശങ്ക ഉണ്ടാവരുത്. ഇഹലോകത്തിൽ ധർമ്മം അനുഷ്ഠിക്കുന്നവര് പരലോകത്തിൽ സുഖം നേടുന്നു. ഈ മനുഷ്യലോകത്തിൽ കർമ്മഫലത്തിനനുസരിച്ച് സുഖം കിട്ടുന്നവൻ അവൻ പാപം ചെയ്തു കഴിഞ്ഞാൽ അവന് വീണ്ടും പാപലോകം തന്നെയാണ് ലഭിക്കുന്നത്. അങ്ങനെ പുണ്യ പാപ കർമ്മങ്ങളുടെ ഫലമായിട്ട് അവൻ ഈ രണ്ട് ലോകത്തും അവൻ്റെ കർമ്മഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഈ ലോകത്ത് പുണ്യം ചെയ്തവർക്ക് പരലോകത്ത് നല്ല സ്വർഗലോകം ലഭിക്കുന്നു. ഈ ലോകത്ത് പാപം ചെയ്തവർക്ക് പരലോകത്ത് പുണ്യലോകം ലഭിക്കുന്നു. അങ്ങനെ മാറി മാറി ഇഹലോകത്തിലും പരലോകത്തിലും അവരെ സുഖദുഃഖങ്ങൾ അങ്ങനെ മാറി മാറി കർമ്മഫലങ്ങൾക്കനുസരിച്ച് ഇഹലോകത്തിലും പരലോകത്തിലും അവരെ കർമ്മഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ആത്മാക്കളുടെ സ്ഥിതി. വളരെയധികം സമ്പത്ത് നേടി ഈ ലോകത്ത് ജീവിച്ച് അഹങ്കാരത്തോടു കൂടിയിട്ടും പാപബുദ്ധികളുമായിട്ട് ജീവിക്കുന്നവർക്ക് പരലോകത്ത് നരകപ്രാപ്തിയായിരിക്കും ഫലം. എന്നാൽ ഈ ഇഹലോകത്തിൽ തപസ്സും ദാനവും ധർമ്മവും അഹിംസയും ഒക്കെ അനുഷ്ഠിക്കുന്നവർക്ക് പരലോകത്ത് സ്വർഗപ്രാപ്തിയായിരിക്കും ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ധർമ്മത്തോടു കൂടിയിട്ട് തൻ്റെ ധനത്തെ ദാനത്തിന് വേണ്ടിയിട്ടും യജ്ഞങ്ങൾക്ക് വേണ്ടിയിട്ടും അഹിംസയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ അവർക്ക് ഇഹലോകത്തിലും പരലോകത്തിലും അവർക്ക് സുഖം അനുഭവിക്കാൻ സാധിക്കുമെന്നും നീ മനസ്സിലാക്കുക. ഈ ഒരു ചക്രത്തിലാണ് മനുഷ്യൻ്റെ ജന്മം കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് നമുക്ക് പരലോകത്തിൽ പുണ്യപ്രാപ്തിയും പാപപ്രാപ്തിയും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ നല്ലതാകും തോറും നമുക്ക് പരലോകത്തിലുള്ള സുഖവും കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. അങ്ങനെ ഇഹലോകത്തിലും പരലോകത്തിലും മാറി മാറി നമ്മളുടെ ജീവൻ അതിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. പാണ്ഡവരെ, നിങ്ങൾ അതിവീര്യന്മാരും തപസ്സുകൊണ്ടും പുണ്യം കൊണ്ടും യജ്ഞം കൊണ്ടുമൊക്കെ വളരെയധികം പുണ്യഫലങ്ങൾ നേടിയവരാണ്. അതുകൊണ്ട് നിങ്ങൾ പരലോകത്തിലെ അതിശ്രേഷ്ഠമായിട്ടുള്ള ലോകങ്ങൾ നേടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ ധർമ്മ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾ വളരെയധികം ദുഃഖം അനുഭവിക്കേണ്ടി വന്നതുകൊണ്ട് പരലോകത്തിൽ വളരെയധികം നിങ്ങൾ ഉയർന്ന ലോകത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ശങ്കയും വേണ്ട എന്ന് മാർക്കണ്ഡേയ മഹർഷി ഇനി പറയാൻ പോകുന്ന കഥകളൊക്കെ വളരെയധികം സങ്കീർണത നിറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ ആധ്യാത്മികമായിട്ട് വളരെയധികം ഉയർന്ന തലത്തിലും കേൾക്കുന്നവർക്ക് അത്ര കഥയായിട്ടൊന്നും തോന്നാത്ത രീതിയിലുമുള്ള കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. ഇനിയുള്ള അധ്യായങ്ങളൊക്കെ കുറച്ച് കഠിനമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഇനിയുള്ള വീഡിയോകളൊക്കെ. അപ്പോൾ ആധ്യാത്മികമായിട്ട് കൂടുതൽ താല്പര്യമുള്ളവർക്ക് വളരെയധികം താല്പര്യമുള്ളതായിരിക്കും. കഥകൾ എന്ന് പറഞ്ഞാൽ പോലും അത് വളരെയധികം ഗഹനങ്ങളാണ്. എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു സഹകരണം ഈ സമയത്ത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.